മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ജീവിയെടുത്താം നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവേ ശംശികായുടെ വിശുദ്ധേവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. ശ്ലോമോ مغرسون دو مغرساي فركونو لولمو moran walohun boruko dilane shumshiho melseed gayo daloho despasar men sulto kadisto maryam holinden hokan khwa നല്ല ഇടയനാകുന്നു, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി അവന്റെ ജീവനെ സമർപ്പിക്കുന്നു. എന്നാൽ ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമായുള്ളവനുമല്ലാത്തവൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ വിട്ടിട്ട് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് ആടുകളെ പിടിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്നു. കൂലിക്കാരനാകട്ടെ, അവൻ കൂലിക്കാരനാകൊണ്ടും അവന് ആടുകളെ കുറിച്ച് താല്പര്യമില്ലാത്തതുകൊണ്ടും ഓടിപ്പോകുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. പിതാവ് എന്നെ അയക്കുകയും അറിയുകയും ഞാൻ എന്റെ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്കു വേണ്ടി ഞാൻ എന്റെ ജീവനെ സമർപ്പിക്കുന്നു. ഈ തൊഴുത്തിലില്ലാത്ത വേറെയും ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടതാകുന്നു. അവയും എന്റെ ശബ്ദം കേൾക്കും. എല്ലാവരും കൂടി ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമായി തീരുമെന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോ വശ്ലോമോ ലകുൽഖൂ Shuthu Todi Sorokulo Sororo Moto Bolo Botel Amino Ispulesman Mabukuledun Istuve Dunasi
കടങ്ങൾ മോചിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ സ്വീകരിക്കുന്നവനും പാപികളുടെ മനസ്സാന്തരത്തിൽ സന്തോഷിക്കുന്നവനും തെറ്റുകാരുടെ രക്ഷയ്ക്കായി വാഞ്ചയോടെ ഇരിക്കുന്നവനും വിളിപ്പീൻ ഞാൻ ഉത്തരം നൽകാം, മുട്ടുവീൻ ഞാൻ തുറന്നു തരാം, എന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കുകയും ചെയ്യാമെന്നരുളി ചെയ്തവനുമായ കർത്താവിന് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുക്കുൽ ഹുനിയൗമോസോ ദുഹായവൽമീ ബറക്കുമോർ കാരുണ്യവനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്നതായ ബലിപീഠത്തിനു മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാന മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ അങ്ങയുടെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ അങ്ങയുടെ ജനത്തിന്റെ പാപങ്ങളെയും മായിച്ചു കളയണമേ. ഉത്തമനേ, ദയതോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എന്റെ കർത്താവേ, അങ്ങയുടെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അങ്ങയുടെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളെയും ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും അവിടുന്ന് ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മോഹനനാഥനുമായി ഞങ്ങളുടെ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളേണമേ.